ക്രോഷ്യ പഠിക്കാൻ താല്പര്യമുള്ളവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഹുക്ക് ചെയ്യാനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതുവരെയായിട്ടും ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാത്തവരാണോ? എങ്കിൽ ഇതെന്തായാലും നിങ്ങൾ കാണണം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. ഫസ്റ്റത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തിന്നിയാണ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കട്ടിയുള്ള യാൺസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ടിയുള്ള യാണെന്ന് പറയുമ്പോൾ നമ്മുടെ തിക്കർ അക്രിലിക് യാൺ അതൊക്കെ അടിപൊളിയായിരിക്കുമേ. തിക്ക് യാൺ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലത്തെ തിന്നിയാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ സ്റ്റിച്ചസ് കാണാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇത് ആക്ച്വലി തിന്നിയാണാണ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം ബിഗിനർ ആയിട്ടുള്ള ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു യാൺ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പം ഞാനാണെങ്കിലും ഇതുപോലെ തിന്നിയാണ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബേസിക് സ്റ്റിച്ച് ഒന്നും ആദ്യം എനിക്ക് ക്ലിയർ അല്ലായിരുന്നെങ്കിലും അവസാനം ചെയ്ത് പഠിച്ചു. പിന്നെ ഈ ഒരു ക്രോഷ്യ ബേസിക്സ് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരും അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ചിലവർക്കത് മറന്നു പോകും. അപ്പോൾ അത് വീണ്ടും നമുക്ക് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട് എന്തായാലും അത് മസ്റ്റ് ഫസ്റ്റ് തന്നെ പഠിച്ചിരിക്കണം. പിന്നെ ക്രോഷ്യ യാൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതുപോലത്തെ ഡാർക്കർ യാൺസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കലാണ് ഭേദം. കുറച്ച് ലൈറ്റ് കളേഴ്സ് യാൺസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചസ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഡാർക്കർ ആകുമ്പോൾ നമുക്ക് അത്ര പറ്റണം എന്നില്ല. മിസ്റ്റേക്ക് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ ഹുക്ക് സൈസ് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഏതൊരു യാൺ എടുത്താലും ചില യാൺസിലൊക്കെ അതിൽ തന്നെ അവർ പറയുന്നുണ്ടാവും നമ്മൾ എടുക്കേണ്ട ഹുക്ക് സൈസ്. ഇതുപോലത്തെ തിൻ യാൺസിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇതെൻ്റെ സെക്കൻഡ് ഹുക്കാട്ടോ. എൻ്റെ ഫസ്റ്റ് ഹുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു ഈ ഒരു യാണിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് ആ ഒരു ഹുക്കിനേലും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ഹുക്കാണ്. ഈ ഒരു ഹുക്ക് വെച്ചിട്ട് നമുക്ക് ക്രോഷ്യ ചെയ്യാൻ പറ്റും. പക്ഷെ അമിഗുർമിയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാജിക് റിങ്ങിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമല്ലോ, അത് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ആ സ്റ്റിച്ചിലേക്ക് കയറാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പം കറക്റ്റ് ഹുക്ക് സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രോഷ്യ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു തിന്നിയാണിന് കറക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2.5 3 അതൊക്കെ ഓക്കെ ആയിരിക്കുമേ. ഇതിപ്പം 3.5 ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിഗിനേഴ്സിന് കുറച്ചും കൂടി തിക്കാണ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അപ്പം ആ ഒരു തിക്കാണ് നിങ്ങൾക്കിപ്പം 4 അല്ലെങ്കിൽ 4.5 ഒക്കെ യൂസ് ചെയ്യാവേ. മിസ്റ്റേക്ക് നമ്പർ 3 ടെൻഷൻ ആട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവർ ഈ ടെൻഷനൊക്കെ വെച്ചിട്ട് ക്രോഷ്യ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പെർഫെക്റ്റ് ആവില്ല. കാരണം നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ ഭയങ്കര ടൈറ്റും ഒട്ടും പെർഫെക്റ്റ് അല്ലാത്ത രീതിയിൽ വരും കേട്ടോ. അപ്പം മാക്സിമം നമുക്ക് കാമായിട്ട് ഇരിക്കുമ്പോഴേ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വേണം ഈ ക്രോഷ്യ ചെയ്യുക. അപ്പം നമുക്ക് നല്ല നീറ്റ് സ്റ്റിച്ചസ് കിട്ടും. അത് കാണാനും ഒരു പെർഫെക്റ്റ്നെസ്സും ഉണ്ടാവും. നമ്മുടെ വീഡിയോ കാണാനെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം കേട്ടോ. മിസ്റ്റേക്ക് നമ്പർ 4 എന്ന് പറയുന്ന ബിഗ് പ്രോജക്ട്സ് ആട്ടോ. ഞാൻ ചിലരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവരൊരു ക്രോഷ്യ ബിഗിനർ ആയിരിക്കാം, പക്ഷെ ഫസ്റ്റ് തന്നെ ബിഗ് പ്രോജക്ട്സ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടാവുക. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുൾ ബേസിക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും ചെയ്യാട്ടോ. ലൈക്ക് ഫ്ലവേഴ്സോ അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊട്ടും പെർഫെക്റ്റ് അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്ത ഫ്ലവേഴ്സൊക്കെയാണ്. അപ്പം ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് പെർഫെക്റ്റൊക്കെ ആയിട്ട് കിട്ടും. നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ നമുക്ക് വീണ്ടും ഓർമ്മയിൽ വരും. ഈ ഒരു ഫ്ലവറിൽ ഇപ്പം മാജിക് റിങ് ഉണ്ട്, അതുപോലെ ഡബിൾ ക്രോഷ്യ അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഗ്രാനി സ്ക്വയറും ചെയ്തിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ പിന്നെ നമുക്കൊരു മടിയില്ലാണ്ട് ആ ഒരു പ്രൊജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബിഗ് പ്രൊജക്ട്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനൊരു ഇതുണ്ടാവും. ബിക്കോസ് സ്റ്റാർട്ടിങ് ഒക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ്നെസ് ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് റഷ് പിടിച്ച് പോയി കഴിഞ്ഞാൽ അതിനൊരു പെർഫെക്റ്റ്നെസ് ഉണ്ടാവില്ല. പിന്നെ ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മാജിക് റിങ്ങിൽ വരുന്നതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസിക്കിൻ്റെ കൂട്ടത്തിൽ മാജിക് റിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ അമിഗുർമിയും ഒക്കെ ചെയ്യാൻ പറ്റും. അതും ഈസി ആയിട്ട്. കാരണം നമ്മൾ ഓൾറെഡി മാജിക് റിങ്ങും ബേസിക്കായിട്ട് സിംഗിൾ ക്രോഷ്യ ഒക്കെ പഠിച്ചതുകൊണ്ട് അതിൻ്റെ രീതിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരും. ബട്ട് ഞാൻ വേറെ ചിലവരെ കണ്ടിട്ടുണ്ട് അവർ ഈ ബേസിക്കിൻ്റെ കൂട്ടത്തിൽ
തുടക്കത്തിൽ മാജിക് റിങ് പഠിക്കത്തില്ല. അപ്പം പിന്നെ അവർക്ക് മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പം തുടക്കത്തിലേ അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ആദ്യം ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളിന് ശേഷം നമുക്കിതാ ഇതുപോലെ വലിയ ബൊക്കേസോ അല്ലെങ്കിൽ ഡ്രസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ചിലവരൊക്കെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് അടിപൊളി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാകും. അവർക്ക് വേണ്ടി ഇതുപോലത്തെ ഹെയർ ബാൻഡ്സോ അല്ലെങ്കിൽ ക്ലിപ്സോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ നോക്കി ഈ ഒരു ഫ്ലവർ കണ്ടോ, ഞാൻ ഫസ്റ്റ് ചെയ്തതിലേലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലവർ ഇരിക്കുന്നത്. പിന്നെ ചിലവർക്കുണ്ടല്ലോ ഈ അമിഗുർമി ചെയ്യാൻ കുറച്ച് പാടുണ്ടാകും, പ്രത്യേകിച്ച് ഇതുപോലത്തെ തിന്നി യാൺസിൽ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇതുപോലത്തെ ഷനൈൽ യാൺസ്. ഈ ഒരു യാണ് അടിപൊളിയാട്ടോ. കാരണം നമുക്കിപ്പോൾ തിന്നിയാണ് വെച്ച് അമിഗുർമി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ യാൺ തിരഞ്ഞെടുക്കാം. കാരണം ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സിനൊന്നും അങ്ങനെയല്ല, പക്ഷെ നമുക്ക് ഈ അമിഗുർമിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമൊന്നും അമിഗുർമി ഒന്നും അറിയില്ലായിരുന്നു, ഞാൻ ക്രോഷ്യ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു യാൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാട് പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടു ഈ ഒരു യാൺ അടിപൊളിയായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ബണ്ണിനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, അതും ട്യൂട്ടോറിയൽ നോക്കിയിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അമിഗുർമി ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു 3.5 mm ഹുക്ക് ഉണ്ടല്ലോ, ഈ ഒരു യാൺ വാങ്ങിയ സമയത്ത് എനിക്ക് ആകെ ഈ ഒരു ഹുക്ക് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു യാൺ ട്രൈ ചെയ്തത് ഈ ഒരു ഹുക്കിലായിരുന്നു. പക്ഷെ അന്ന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ആ ഒരു സ്റ്റിച്ചൊക്കെ ഒന്ന് ടൈറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ യാണിന്ന് ഊരിപ്പോരാ അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഏത് ഹുക്ക് യൂസ് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ChatGPTയുടെ അടുത്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ChatGPT എൻ്റെ അടുത്ത് പറഞ്ഞത് 7 mm അല്ലെങ്കിൽ 8 mm യൂസ് ചെയ്യാറുള്ളതാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും മിക്ക സെറ്റിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 2 mm മുതൽ 6 mm വരെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇതിന് പറ്റാത്തത് കൊണ്ട് എനിക്ക് നേരിട്ട് തന്നെ പോയിട്ട് അത് വാങ്ങേണ്ട വന്നു. അങ്ങനെ ഞാൻ നേരിട്ട് പോയാണ് എൻ്റെ 7 mm ഹുക്കും 8 mm ഹുക്കും വാങ്ങിയത്. അന്ന് ChatGPT വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8 mm ആണെങ്കിൽ കുറച്ചും കൂടി ലൂസ് സ്റ്റിച്ചും നല്ല അടിപൊളിയായിട്ട് ക്രോഷ്യ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു 8 mm ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. പക്ഷേ ഇത് രണ്ടും വാങ്ങിയത് കൊണ്ട് നമുക്ക് രണ്ടും ട്രൈ ചെയ്യണമെന്ന രീതിയിൽ ഞാൻ രണ്ടും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു 7 mm ആണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരാളുടെ വീഡിയോയിൽ കാണുന്നത്, അവർ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ 6 mm ഹുക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഈ ഒരു 7 mm ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തിന്നി ആളൊക്കെ യൂസ് ചെയ്യുമല്ലോ, അപ്പം അതിന് മാക്സിമം നിങ്ങൾ ഈ ഗ്രിപ്പുള്ള പോലത്തെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ആ ഒരു ഹുക്കൊക്കെ കൈ പിടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വേനെടുക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ഹുക്കിനെ അതുപോലത്തെ യൂസ് ചെയ്യാത്തത്. അത് വേറൊന്നുമല്ല, ഹുക്ക് ആക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പം ആ ഒരു ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. പക്ഷെ ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നേരം പിടിക്കുമ്പോൾ കൈ വേദന എടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഗൈനസ്കാരുടെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ബൈ.